ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിനോട് ശിഷ്യന്മാരൊരിക്കൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചു. യേശു പഠിപ്പിക്കുകയും ചെയ്തു. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ലൂക്കാ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയാണ്. അത് ഇങ്ങനെ വായിക്കുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പറയുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അവിടുത്തെ രാജ്യം വരണമേ, അതത് ദിവസത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളോട് പാപം ചെയ്യുന്ന സകലരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിലേക്ക് നയിക്കരുതേ, ദുഷ്ടനായവനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ലൂക്കാ സുവിശേഷത്തിനകത്ത് കിടക്കുമ്പോൾ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെ വായിച്ചേ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് അനുദിനം ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സത്യവേദ പുസ്തകത്തിൽ അതിങ്ങനെ എഴുതുന്നു: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. എൻ്റെ ഒരു വലിയ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ മധ്യ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട സഭകളിൽ എല്ലാം തന്നെ പലപ്പോഴായി കടന്നു പോയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ആരാധനയ്ക്കും ചിലയിടത്തൊക്കെ ശുശ്രൂഷയ്ക്കും ഒക്കെ ആയിട്ട് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്ന ആ സഭകളിൽ ഒരിടത്തു പോലും യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്താണ് കാരണമെന്ന് എനിക്കിന്നുവരെ പിടികിട്ടിയിട്ടുമില്ല. ഞാനതിനെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചിട്ടുമുണ്ട്. നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുമെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഈ പ്രാർത്ഥന ബൈബിളിലുള്ളതാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട സഭാവിഭാഗങ്ങൾക്ക് ഈ പ്രാർത്ഥനയോട് താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. താല്പര്യമില്ലെന്ന് മാത്രമല്ല, ബാക്കി ബൈബിളിലുള്ള സകല കാര്യങ്ങളും അരച്ച് കുറുക്കി പിടിക്കുമ്പം ഈ ഒരു പ്രാർത്ഥനയോട്, ഇത് യേശു തൻ്റെ വായ കൊണ്ട് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത വചനമാണ്. ഇവിടെയുള്ള രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറയുന്ന ആളുകളോടൊക്കെ യേശു പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവിൻ, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ സ്നാനപ്പെടുത്തുവിൻ, ശിഷ്യരാക്കുവിൻ. ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതല്ല, അവരെ പഠിപ്പിക്കുവിൻ. അപ്പം ശിഷ്യരാക്കിയാൽ യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥനയും അവരെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതിനകത്തല്ലേ ഞാൻ കേരളത്തിലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സഭാവിഭാഗ നേതാക്കന്മാരോടും പണ്ഡിതന്മാരോടും ചോദിക്കട്ടെ, ഈ പ്രാർത്ഥനയ്ക്കകത്ത് എന്തെങ്കിലും വചനവിരുദ്ധമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണോ നിങ്ങൾ ഈ ജനത്തിനെ ഇത് പഠിപ്പിക്കാത്തത്? എന്തെങ്കിലും വചനവിരുദ്ധമുള്ളതായതുകൊണ്ടാണോ നിങ്ങളിത് പ്രാർത്ഥിക്കാത്തത്? അഥവാ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ ശിഷ്യന്മാരല്ലയോ? ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തെ അല്ലയോ സഭ എന്ന് വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥന ചൊല്ലുന്നില്ല എന്നതിന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്ന് പറയുന്ന സഭയുടെ നേതാക്കന്മാർ മറുപടി പറയേണ്ട കാലഘട്ടമാണ്. മറുപടി പറയുന്നില്ലെങ്കിൽ നിങ്ങളിതിന് ദൈവത്തോട് മറുപടി പറയേണ്ടി വരും, യേശുവിനോട് മറുപടി പറയേണ്ടി വരും. ഗുരു പഠിപ്പിച്ചത്, കർത്താവ് പഠിപ്പിച്ചത് എന്തു വേർപാടിൻ്റെ പേരിലാണ് അത് ഒഴിവാക്കുന്നത്? ഞാനിതിനകത്ത് മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൗരോഹിത്യ മതങ്ങളിൽ ഈ പ്രാർത്ഥന ചെല്ലുന്നത് കൊണ്ട്
ഒരന്തമായ വിരോധത്തിൻ്റെ പേരിൽ ഇതിനെ അങ്ങ് കട്ട് ചെയ്യുക. പൗരോഹിത്യ മതങ്ങളിൽ ഈ പ്രാർത്ഥനയുള്ളതിൻ്റെ പേരിൽ അവിടെയുള്ളത് ഇവിടെ വേണ്ട എന്ന ഒരു വിരോധത്തിൻ്റെ പേരിൽ അതങ്ങ് കട്ട് ചെയ്യുക. ഇത് പഴയ നിയമം ആണെന്നും പറയാൻ പറ്റിയല്ല, യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമ വിശ്വാസിക്ക് ഇതെന്തുകൊണ്ട് പാടില്ല? ഇതിനകത്തൊരു രസം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനേക്കാളും വലിയ നേതാക്കന്മാരുണ്ടായി പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. യേശുവിനേക്കാളും വലിയ നേതാക്കന്മാരുണ്ടായി പോകുമ്പോഴാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ സംഘടനയുടെ പഠിപ്പിക്കലുകൾ അങ്ങനെയായി വികലമായിപ്പോയി. ഈ പ്രാർത്ഥന ഒഴിവാക്കിയിട്ട് പകരം ഈ അന്യഭാഷ തസ്കര കിസ്കര ഭാസ്കര അങ്ങോട്ട് കയറി വന്നു. അത് ബൈബിളിൽ ഉള്ളതല്ല എന്നുള്ളത് ഒരു സത്യവും. അത് കയറി വന്നിട്ട് യഥാർത്ഥത്തിൽ കർത്താവ് പഠിപ്പിച്ച സംവിധാനം അങ്ങ് പോയി. ഈ പ്രാർത്ഥനയുടെ 3 ഭാഗം നമ്മൾ ചിന്തിക്കുമ്പം ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ദൈവത്തിനും ദൈവരാജ്യത്തിനും ഒക്കെ മഹത്വം ഉണ്ടാകട്ടെ എന്നുള്ള ഭാഗവും, രണ്ടാമത്തെ ഭാഗം ഇത് ചൊല്ലുന്നവരുടെ ജീവിതത്തിൽ അനുദിന കാര്യങ്ങൾ നടക്കണമേ എന്നുള്ളതും, മൂന്നാമത്തെ കാര്യം പൈശാചിക ശക്തികളുടെ ഉപദ്രവം ഉണ്ടാകരുത് എന്നുള്ളതുമാണ്. ഈ 3 കാര്യങ്ങളൂടെ ഉൾക്കൊള്ളിച്ച് സ്വർഗത്തിനും ദൈവത്തിനും ദൈവനാമത്തിനും ഒക്കെ മഹത്വം എടുക്കത്തക്ക രീതിയിൽ, ദൈവത്തിൻ്റെ രാജ്യത്തിനുമൊക്കെ മഹത്വം എടുക്കത്തക്ക രീതിയിൽ ഒന്നാമത്തെ ഭാഗവും, ഇത് ചെല്ലുന്ന ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലെ അനുദിന കാര്യങ്ങൾക്കുള്ളതും ശുദ്ധീകരണത്തിനും ഒക്കെ ഉള്ളത് രണ്ടാമത്തെ ഭാഗവും, പൈശാചിക ശക്തിയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ഭാഗവും എല്ലാം ചേർന്നുള്ള ഈ പ്രാർത്ഥന യേശു പഠിപ്പിച്ചത്, ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നേതാക്കന്മാർ പറഞ്ഞാലും പഠിപ്പിച്ചില്ലേലും നിങ്ങളിത് കൃത്യമായിട്ട് എടുത്തു വെച്ച് ഇത് എല്ലാ ദിവസവും നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന പക്ഷം അതത് ദിവസത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സത്യവേദ പുസ്തകത്തിൽ അത് എഴുതിയേക്കുന്നത് ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ആഹാരം എന്ന് പറയുമ്പോൾ അത് ഓരോ ദിവസവും കടന്നു പോകാൻ ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ്. എന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊരു ഭാഗമുള്ളത് കൊണ്ട് അതിനകത്തൊരു വ്യവസ്ഥയുണ്ട്. ഒരു വ്യവസ്ഥയുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നേതാക്കന്മാർ ഈ കേസ് അങ്ങ് വിട്ടത്. അപ്പോൾ ആ വ്യവസ്ഥ പ്രകാരം അത് ഞങ്ങളോട് ക്ഷമിക്കണമേ, അത് ഒരു വ്യവസ്ഥയാണ്. അത് പക്ഷേ കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ആ പ്രാർത്ഥന ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പറയുമ്പം സ്വാഭാവികമായിട്ടത് നടപ്പി വരുത്തിയില്ലെങ്കിൽ നമുക്കും കടങ്ങൾ ക്ഷമിച്ച് കിട്ടുകയില്ല എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ അവസാന ഭാഗം പറയുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന് അതിനകത്ത് എഴുതിയേക്കുന്നത് സത്യവേദ പുസ്തകത്തിൽ. എന്നാൽ മറ്റ് ബൈബിളിലൊക്കെ എഴുതിയേക്കുന്നത് ദുഷ്ടനായവനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രശ്നങ്ങളിൽ പോയി ഞങ്ങളെ പെടുത്തരുതേ, അവൻ്റെ പദ്ധതിക്കകത്ത് ഞങ്ങളെ കൊണ്ട് കൊടുക്കരുതേ. അപ്പം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യേശു പഠിപ്പിച്ചതിലും വലിയൊരു പ്രാർത്ഥന ഒരു വ്യക്തിക്ക് സ്വയമായിട്ട് സ്വയം പ്രേരിതമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളിലെല്ലാം ഉള്ളത് ഈ അവനവൻ്റെ അനുദിന ആവശ്യങ്ങളാണ്. അതിനകത്ത് ശകലം ആത്മീയതയും കൂടെ കൂട്ടിയിട്ട് അവരെ ഇവരെയൊക്കെ രക്ഷിക്കണമെന്നൂടെ ഒന്ന് പറയുമെന്നല്ലാതെ, പിന്നെ സഭയുടെ മതത്തിൻ്റെയൊക്കെ കാര്യങ്ങളും കൂടെ കൂട്ടി ചെയ്യണമെന്ന് പറയുന്നതല്ലാതെ അതിനകത്ത് വലിയ ആത്മീകമൊന്നുമില്ല. ഭൗതികമായ കാര്യങ്ങൾ തായേ 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 എന്നുള്ള ചോദ്യം മാത്രമാണ്, അല്ലെങ്കിൽ തായോ തായോ എന്നുള്ളത്. അപ്പോൾ അതേ സ്ഥാനത്ത് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത് ഈ 3 ഭാഗങ്ങളുമുണ്ട്, കൃത്യമായിട്ടുണ്ട്. 2 വാക്യത്തിൽ തന്നെ അത് 2 വാക്യമല്ലേ 3 വാക്യത്തിലൊക്കെ ആയിട്ട് ഇത് അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനി ഇതിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൗരോഹിത്യ മതങ്ങളിലെല്ലാം ഈ പ്രാർത്ഥന കൃത്യമായിട്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ പല പ്രാർത്ഥനയും ചെല്ലുന്നുണ്ടെങ്കിലും ഈ പ്രാർത്ഥന അവർ കൃത്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇടയ്ക്ക് ഈ അന്നന്നത്തെ ആഹാരത്തിനൊന്നും ബുദ്ധിമുട്ടുള്ളവർ ഈ വിശ്വാസികളെന്ന് പറയുന്നവരെ പോലെ ഇല്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം യേശു പഠിപ്പിച്ച പ്രാർത്ഥന.
കാര്യം യേശു പറഞ്ഞ വചനമൊന്നും അവർ കേൾക്കുന്നൊന്നുമില്ല, വചനം അവരുടെ സൗകര്യം പോലെയൊക്കെയാണ് കൊണ്ടുപോകുന്നെങ്കിലും ഈ ഒരു കാര്യത്തിനകത്ത് അവർക്കൊരു കാര്യം പിടികിട്ടി. എന്നിട്ട് അവർ പറഞ്ഞു, അവരതുകൊണ്ട് ആ പ്രാർത്ഥന അങ്ങ് ചൊല്ലി. അത് നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ നിന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞാൽ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ ഗ്രഹിച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതിനനുസരിച്ച് നമ്മൾ നടപ്പി വരുത്തിയിട്ട്, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന്. അവിടെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കിയാൽ, ഇതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയാൽ ദൈവം സകല മേഖലയിൽ അനുഗ്രഹിക്കും. കാരണം ഇത് യേശു പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം: സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളും ശിഷ്യന്മാരാകയാൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോ സഭാവിശ്വാസിയുടെയും ഉള്ളത്തെ ദൈവം തുറന്നു കൊടുക്കുകയും അവരതിനനുസരിച്ച് അത് ചെയ്യുകയും ചെയ്യാൻ തയ്യാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് അതിനുള്ള കൃപ ഓരോ വ്യക്തികളുടെ മേലും അയക്കണമേ. അന്ധമായ എതിർപ്പ്, യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയോട് പോലും താല്പര്യമില്ലായ്മ, നേതൃത്വം അത് ഉഴപ്പി വിട്ടത്, കർത്താവെ, അതിനൊക്കെ അപ്പുറം ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞ് അത് വീണ്ടും ചെയ്യുവാൻ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.